നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. ലോകജനതയെ ഒന്നടങ്കം നടുക്കിയിരിക്കുകയാണ് കൊറോണ വൈറസിന്റെ വ്യാപനം. കൊറോണ വൈറസിന്റെ പ്രഭവ കേന്ദ്രം ചൈനയിലെ വുഹാനാണ്. പ്രേതഭീതി തരുത്തുന്ന കണക്കെയാണ് ചൈനയിലെ ഓരോ നഗരങ്ങളും ഇപ്പോൾ കാണപ്പെടുന്നത് തന്നെ. ഇതേ തുടർന്ന് പല രാജ്യങ്ങളിലും കൊറോണ സ്ഥിരീകരിക്കുകയുണ്ടായി. അതിലൊന്നാണ് ദുബായ്. ദുബായിൽ 2 പേർക്കാണ് കൊറോണ വൈറസ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇതിന്റെ സാഹചര്യത്തിൽ കടുത്ത നടപടികളാണ് ദുബായ് ഇപ്പോൾ പുലർത്തിപ്പോരുന്നത്. കൊറോണ വൈറസ് ബാധ ഭയന്ന് പൊതുജനങ്ങൾ മുഖാവരണം അതായത് മാസ്ക് ധരിക്കേണ്ടതില്ലെന്ന് ആരോഗ്യ മന്ത്രാലയം. രോഗപ്രതിരോധത്തിന് രാജ്യം സുസജ്ജമാണ്. ആശങ്കകൾക്ക് അടിസ്ഥാനമില്ല. ആശുപത്രികളിലും ക്ലിനിക്കുകളിലും ജോലി ചെയ്യുന്നവർ മാത്രം മുൻകരുതലുകൾ എന്ന നിലയ്ക്ക് മാസ്ക് ധരിച്ചാൽ മതിയെന്ന് മന്ത്രാലയം അണ്ടർ സെക്രട്ടറി ഡോക്ടർ ഹുസൈൻ അബ്ദുറഹ്മാൻ വ്യക്തമാക്കിയിരുന്നു. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും മറ്റും മുഖാവരണം ധരിക്കേണ്ടതുമില്ല. അതേസമയം ചുമയും തുമ്മലുമുള്ളവർ മറ്റുള്ളവർക്ക് പകരാതിരിക്കാൻ വീടിനകത്തും പുറത്തും മാസ്ക് ധരിക്കുന്നത് നല്ലതാണ് എന്നും പറയപ്പെടുന്നു. ഏറ്റവും മികച്ച ചികിത്സാ പ്രതിരോധ സംവിധാനങ്ങൾ ഉള്ളതിനാൽ സ്വദേശികൾക്കും വിദേശികൾക്കും കൊറോണ വൈറസ് ഭീതി വേണ്ട എന്ന ധൈര്യമാണ് ദുബായ് നൽകുന്നത്. സമൂഹ മാധ്യമങ്ങൾ വഴിയുള്ള വ്യാജ പ്രചാരണങ്ങൾ വിശ്വസിക്കരുതെന്നും ഓർമ്മിപ്പിക്കുകയുണ്ടായി. ഏറ്റവും മികച്ച പ്രതിരോധ സംവിധാനമാണ് രാജ്യത്ത് ഒരുക്കിയിട്ടുള്ളത് തന്നെ. ഇതിനാൽ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നവർക്കെതിരെ കടുത്ത നടപടികൾ സ്വീകരിക്കുമെന്നും അധികൃതർ പറയുകയുണ്ടായി. പ്രതിരോധത്തിനും നിരീക്ഷണത്തിനും സർക്കാർ ആശുപത്രികൾ സജ്ജമാണ്. സംശയമുള്ളവരിൽ നിന്ന് സാമ്പിളുകൾ എടുത്ത് അബുദാബി ഖലീഫ ആശുപത്രി ലാബുകളിലേക്കാണ് അയക്കുന്നത്. പ്രതിരോധ നടപടികൾക്ക് ലോകാരോഗ്യ സംഘടന, രാജ്യാന്തര സ്ഥാപനങ്ങൾ, സമിതികൾ എന്നിവയുമായി മന്ത്രാലയം നിരന്തരം ബന്ധപ്പെട്ടു വരുന്നുണ്ട്. UAE-യിൽ കൊറോണ വൈറസ് സ്ഥിരീകരിച്ച എല്ലാവരും ചൈനക്കാരാണെന്ന് ഡോക്ടർ ഹുസൈൻ പറയുകയുണ്ടായി. ഇവരുടെ ആരോഗ്യസ്ഥിതി തൃപ്തികരമാണെന്നും അത് കൂടുതൽ ഭയക്കേണ്ട സാഹചര്യത്തിലേക്ക് നയിക്കുന്നില്ല എന്നും ദുബായ് അധികൃതർ വ്യക്തമാക്കുന്നു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.